ഉത്തർപ്രദേശിൽ രാഷ്ട്രീയ നാടകങ്ങൾ തുടരുന്നു. അഖിലേഷ് യാദവിനെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനാക്കിയ നടപടി മുലായം സിംഗ് യാദവ് തള്ളി. രാംഗോപാൽ യാദവ് വിളിച്ചു ചേർത്ത ദേശീയ കൺവെൻഷനിലാണ് അഖിലേഷിനെ അധ്യക്ഷനാക്കിയത്. ശിവപാൽ യാദവിനെ UP അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അഖിലേഷ് മാറ്റി. അമർ സിംഗിനെ പുറത്താക്കാനും തീരുമാനം. രാംഗോപാൽ യാദവിനെ വീണ്ടും പുറത്താക്കിയെന്ന് മുലായം സിംഗ് വിശദീകരിച്ചു. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, UP രാഷ്ട്രീയം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഗ്രീഷ്മ, UP-യിൽ സമാജ്വാദി പാർട്ടിയിൽ തീർത്തും അസാധാരണമായ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ പാർട്ടി ജനറൽ സെക്രട്ടറി രാംഗോപാൽ യാദവിന്റെ നേതൃത്വത്തിൽ പാർട്ടി ദേശീയ കൺവെൻഷൻ യോഗം ചേർന്നു. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ 5000-ഓളം പേരാണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കാനെത്തിയത്. കൺവെൻഷനെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാംഗോപാൽ യാദവ് ചില പ്രഖ്യാപനങ്ങൾ നടത്തി. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി അഖിലേഷ് യാദവിനെ എക്സിക്യൂട്ടീവ് ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു എന്നുള്ളതായിരുന്നു ഒരു പ്രഖ്യാപനം. മറ്റൊന്ന്, സംസ്ഥാന അധ്യക്ഷനായ ശിവപാൽ യാദവിനെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നതായും അമർ സിംഗിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതായും ദേശീയ കൺവെൻഷനിൽ വെച്ച് പ്രഖ്യാപിച്ചു. എന്നാൽ ഇതിന് തൊട്ട് പിന്നാലെ മുലായം സിംഗ് യാദവ് പാർട്ടിയുടെ പാർലമെന്ററി ബോർഡ് യോഗം വിളിച്ചു. പാർലമെന്ററി ബോർഡ് യോഗത്തിൽ വെച്ച് ഈ കൺവെൻഷൻ രാംഗോപാൽ വിളിച്ചു ചേർത്ത കൺവെൻഷൻ പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് എതിരാണെന്നും അതുകൊണ്ട് തന്നെ ഇവിടെ പാസാക്കിയ പ്രമേയത്തിന് അംഗീകാരമില്ലെന്നും മുലായം സിംഗ് യാദവ് വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ച് ഇത്തരത്തിൽ യോഗം വിളിച്ച രാംഗോപാലിനെ 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നതായി മുലായം സിംഗ് യാദവ് അറിയിച്ചു. പാർട്ടിയുടെ ഔദ്യോഗിക കൺവെൻഷൻ ജനുവരി 5-ാം തീയതി ചേരുമെന്ന് മുലായം അറിയിക്കുകയുണ്ടായി. ഏതായാലും സമാജ്വാദി പാർട്ടിയിൽ ഇപ്പോൾ നിലവിൽ 2 ദേശീയ അധ്യക്ഷന്മാരുള്ള സ്ഥിതിയാണുള്ളത്. ഏതായാലും ഈ ജനുവരി 5-ന് നടക്കുന്ന ഈ കൺവെൻഷന് ശേഷം മാത്രമേ പാർട്ടിയിൽ വേർപിരിയുമോ, അതായത് പാർട്ടിയിൽ പിളർപ്പുണ്ടാകുമോ എന്നുള്ള കാര്യം വ്യക്തമായി അറിയാൻ കഴിയൂ. മുലായം സിംഗ് യാദവിന് മുന്നിലുള്ള 2 മാർഗങ്ങൾ: ഒന്ന്, അഖിലേഷ് യാദവിന്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ മാർഗദർശി എന്നുള്ള സ്ഥാനം അലങ്കരിച്ച് മുന്നോട്ട് പോകുക, അതല്ലെങ്കിൽ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തെ അംഗീകരിക്കാതെ സ്വന്തം നിലയിൽ ഔദ്യോഗിക പക്ഷമായി നിലയുറപ്പിക്കുക. ഏതായാലും ഈ സമാജ്വാദി പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു തർക്കങ്ങൾ ഭരണ പ്രതിസന്ധിക്ക് കൂടി ഇടയാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിലനിൽക്കുന്നത്. ഗിരീഷ്മ, സമാജ്വാദി പാർട്ടിയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ATM-കളിൽ നിന്നും ഇന്നു മുതൽ ദിവസം 4500 രൂപ പിൻവലിക്കാം. എന്നാൽ പിൻവലിക്കാവുന്ന തുകയുടെ പരിധി ഉയർത്തിയെങ്കിലും രാജ്യത്തെ 70% ATM-കളിലും ഇപ്പോഴും ആവശ്യത്തിന് പണമെത്തിക്കാൻ റിസർവ് ബാങ്കിനായിട്ടില്ല. അതേസമയം ഭവന വായ്പ പലിശ നിരക്കുകൾ കുറയ്ക്കാൻ ബാങ്ക് മേധാവികളുടെ യോഗത്തിൽ ധാരണയായി. അടിസ്ഥാന വായ്പകളുടെ പലിശയിൽ SBI-യും യൂണിയൻ ബാങ്കും ഇളവ് നൽകി. 0.9% വരെയാണ് പലിശ കുറച്ചത്. നോട്ട് നിരോധനത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ വീണ്ടും ഉമ്മൻചാണ്ടി. പ്രധാനമന്ത്രി വൻ പരാജയമാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. മുഖ്യമന്ത്രിമാരെ വിളിച്ചു കൂട്ടാൻ പോലും, അവരുടെ അഭിപ്രായങ്ങൾ തേടാൻ പോലും പ്രധാനമന്ത്രി 50 ദിവസത്തിന്റെ സമയപരിധിയിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടും തയ്യാറാകുന്നില്ല എന്നുള്ളത് അദ്ദേഹം ആ ജനാധിപത്യ ശൈലി സ്വീകരിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. നോട്ട് മാറ്റത്തിന് ശേഷമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാന തെരഞ്ഞെടുപ്പ് തീയതികൾ ജനുവരി 4-ന് പ്രഖ്യാപിക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി. ഉത്തർപ്രദേശ്, പഞ്ചാബ് അടക്കം 5 സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ 403 നിയമസഭാ മണ്ഡലങ്ങൾ, പഞ്ചാബിലെ 117 സീറ്റുകൾ തുടങ്ങി നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്കാണ് പുതുവർഷത്തിൽ രാജ്യം കടക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിലുള്ള ഒരുക്കങ്ങൾ ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി. ഇതുപ്രകാരം ജനുവരി 4-ന് ബുധനാഴ്ച തീയതികൾ പ്രഖ്യാപിക്കും. പെരുമാറ്റച്ചട്ടം എപ്പോൾ വേണമെങ്കിലും ഏർപ്പെടുത്തേണ്ടി വരുമെന്നറിയിച്ച് കഴിഞ്ഞയാഴ്ച കമ്മീഷൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന ഉത്തരാഖണ്ഡ്, BJP ഭരിക്കുന്ന ഗോവ, സമാജ്വാദി സർക്കാരുള്ള ഉത്തർപ്രദേശ്, ശിരോമണി അകാലിദളിന്റെ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. നോട്ടുമാറ്റ ദുരിതം തീർക്കാനെന്ന പേരിൽ പ്രധാനമന്ത്രി പുറത്തിറക്കിയ ആപ്പിന് അംബേദ്കറുടെ പേരിട്ടത് ഉത്തർപ്രദേശിലെ BSPയുടെ പിന്നോക്ക വിഭാഗ വോട്ടുകൾ ലക്ഷ്യമിട്ട് തന്നെ. കള്ളപ്പണവേട്ട എന്ന പേരിൽ പ്രഖ്യാപിച്ച നോട്ടുമാറ്റത്തോടുള്ള പ്രതികരണം എങ്ങനെയെന്ന് തെരഞ്ഞെടുപ്പിലൂടെ അറിയാം. കഴിഞ്ഞ 1 മാസത്തിനിടെ വിവിധ സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച മേൽക്കൈ ചൂണ്ടിക്കാട്ടി ജനം ഒപ്പമുണ്ടെന്ന് BJPയും ദുരിതമനുഭവിച്ചവർ കേന്ദ്ര സർക്കാരിനെതിരെ വിധിയെഴുതുമെന്ന് പ്രതിപക്ഷ പാർട്ടികളും കരുതുന്നു. നോട്ടുമാറ്റത്തോടുള്ള ജനകീയ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പ് ഫലം. ജയപരാജയങ്ങൾ ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയ ദിശയെ തന്നെ സ്വാധീനിക്കും. ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തു നിന്നും
ക്യാമറാമാൻ രാജീവ് കർണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ പാർട്ടി നേതൃത്വങ്ങൾ മുൻകൈയെടുക്കണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ആവശ്യമെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉഭയകക്ഷി ചർച്ചകൾ നടത്തണമെന്നും കോടിയേരി പറഞ്ഞു. അതേസമയം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയില്ല. സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തമ്മിൽ കാണിക്കാത്ത പരസ്പര ബഹുമാനം എങ്ങനെ മറ്റു പാർട്ടി നേതാക്കളോട് കാണിക്കുമെന്ന് വി.ഡി. സതീശനും ശിവഗിരിയിൽ നടന്ന സംഘടനാ സമ്മേളനത്തിൽ തുറന്നടിച്ചു. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി സംഘർഷമില്ലാത്ത സംഘടനാ പ്രവർത്തനം എന്ന സംഘടനാ സമ്മേളനത്തിലാണ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിൽ രാഷ്ട്രീയ സംഘർഷങ്ങളെക്കാൾ അധികം നടക്കുന്നത് മതത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങളാണ്. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ പാർട്ടി നേതൃത്വങ്ങൾ മുൻകൈയെടുക്കണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ആവശ്യമെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉഭയകക്ഷി ചർച്ചകൾ നടത്തണമെന്നും കോടിയേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് വ്യക്തമാക്കി. ഇന്ന് കേരളത്തിൽ നടന്നുവരുന്ന പല സംഘർഷങ്ങളും ചർച്ചയിൽ കൂടി പരിഹരിക്കണം. ഈ സമ്മേളന വേദിയിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. പലപ്പോഴും പല നിലയിൽ നടക്കുന്ന സംഘർഷങ്ങൾ കേരളത്തിൻ്റെ പേര് ദേശീയ തലത്തിൽ തന്നെ തെറ്റായ സന്ദേശങ്ങൾ നൽകാൻ ഇടവരുത്തുന്നുണ്ട്. ഇത് കണക്കിലെടുത്ത് ഇതിനാവശ്യമായ സംവാദങ്ങൾ, ചർച്ചകൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആരംഭിക്കണം. ആവശ്യമാണെങ്കിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തണം. സംഘർഷങ്ങൾ ദേശീയ തലത്തിൽ തെറ്റായ പ്രചരണത്തിന് ഇടയാക്കുന്നുണ്ട്. കൊലപാതകങ്ങൾ നടന്നാൽ രാഷ്ട്രീയ എതിരാളികളുടെ തലയിൽ കെട്ടിവയ്ക്കാതിരിക്കുകയും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കള്ളസാക്ഷിയെ സൃഷ്ടിക്കാതിരിക്കുകയും ചെയ്താൽ സംഘർഷങ്ങൾ ഉണ്ടാകില്ലെന്നും കോടിയേരി പറഞ്ഞു. അക്രമം വഴി ഒരു ആശയത്തെയും ഇല്ലാതാക്കാൻ സാധിക്കില്ലെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. എന്നാൽ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ കോടിയേരി മുന്നോട്ട് വെച്ച തുറന്ന ചർച്ചയിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നിലപാട് വ്യക്തമാക്കിയില്ല. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതിരുകടക്കുമ്പോഴാണ് സംഘർഷങ്ങളിലേക്ക് കടക്കുന്നതെന്ന് കുമ്മനം പറഞ്ഞു. കോൺഗ്രസിൽ മൂർച്ഛിച്ച ഗ്രൂപ്പ് പോരിനെ നേരിട്ട് പരാമർശിക്കാതെയായിരുന്നു കെപിസിസി വൈസ് പ്രസിഡന്റ് വി.ഡി. സതീശൻ തുറന്നടിച്ചത്. സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തമ്മിൽ കാണിക്കാത്ത പരസ്പര ബഹുമാനം എങ്ങനെ മറ്റു പാർട്ടിയിലെ നേതാക്കളോട് കാണിക്കുമെന്ന് വി.ഡി. സതീശൻ ചോദിച്ചു. വ്യക്തിപരമായി ഉണ്ടാകുന്ന ലാഭനഷ്ടങ്ങൾ സംഘടനയിൽ ചാരിവെക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ തമ്മിൽ ഒരു പരസ്പര ബഹുമാനവും സ്നേഹവും ബന്ധവും ഉണ്ടാകണം. അതുപോലും ഇല്ലാതിരിക്കുന്ന ഒരു നാട്ടിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാക്കളെ എങ്ങനെയാണ് ബഹുമാനിക്കാൻ കഴിയുന്നത്? വ്യക്തിയുടെ താല്പര്യങ്ങളെ സംഘടനയ്ക്ക് വിധേയമാക്കുമ്പോൾ സംഘടന എന്നുള്ള വാക്കിന് പോലും അർത്ഥമില്ലാതായി മാറും. സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലെ ഗ്രൂപ്പിസം പോലെ മതസംഘടനകൾക്കുള്ളിലെ ഗ്രൂപ്പിസം ശക്തിപ്പെടുന്നതായും സതീശൻ കുറ്റപ്പെടുത്തി. എ സമ്പത്ത് MP, ബിനോയ് വിശ്വം തുടങ്ങിയവരും വിഷയത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പുതുവത്സരാഘോഷത്തിനിടെ തുർക്കിയിലെ ഇസ്താംബൂളിൽ നിശാ ക്ലബിലുണ്ടായ വെടിവെപ്പിൽ 39 പേർ കൊല്ലപ്പെട്ടു. 45ഓളം പേർക്ക് പരിക്കേറ്റു. സാന്താക്ലോസിന്റെ വേഷത്തിലെത്തിയ അക്രമി വെടിയുതിർക്കുകയായിരുന്നു. സംഭവം ഭീകരാക്രമണമാണെന്ന് പ്രാഥമിക നിഗമനം. ഇസ്താംബൂളിലെ ഓർട്ടാക്കോയ് മേഖലയിലെ റെയ്ന നിശ ക്ലബിലാണ് പ്രാദേശിക സമയം പുലർച്ചെ 1:30 ആക്രമണമുണ്ടായത്. സാന്താക്ലോസിന്റെ വേഷത്തിലെത്തിയ അക്രമി പുതുവത്സരാഘോഷത്തിൽ പങ്കെടുക്കുന്നവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു. 40ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവ സമയത്ത് 600ഓളം പേർ ക്ലബിൽ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട്. പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ ചിലർ തൊട്ടടുത്തുള്ള പുഴയിലേക്ക് എടുത്തുചാടി രക്ഷപ്പെടുകയായിരുന്നു. വെടിവെപ്പ് നടത്തിയ അക്രമിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഒന്നിലധികം അക്രമികൾ ഉണ്ടായിരുന്നതായും ദൃക്സാക്ഷികൾ പറയുന്നു. സംഭവം ഭീകരാക്രമണമാണെന്ന് ഇസ്താംബുൾ ഗവർണർ വാസിഫ് സഹിൻ പറഞ്ഞു. അക്രമി അറബി ഭാഷയാണ് സംസാരിച്ചതെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. തുർക്കിയിൽ ഭീകരാക്രമണ ഭീഷണിയുള്ളതായി നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് 17,000ഓളം പോലീസ് സേനയും വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്. പാനൂരിനടുത്ത് ചെണ്ടയാട് വരപ്രയിൽ 3 CPIM പ്രവർത്തകർക്ക് വെട്ടേറ്റു. ഇതുവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അശ്വന്ത്, രജിത്, അതുൽ എന്നിവർക്കാണ് വെട്ടേറ്റത്. BJP പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPIM നേതൃത്വം ആരോപിച്ചു. നവവത്സരാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നവരെ യാതൊരു കാരണവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്നും CPIM നേതൃത്വം പറഞ്ഞു. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. ഉടൻ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. പ്രദേശത്ത് പോലീസ് കാവൽ ശക്തമാക്കിയിട്ടുണ്ട്. പാലക്കാട് നെന്മാറയിൽ പുതുവത്സരാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു. നെന്മാറ കെട്ടേങ്കാട് സ്വദേശി സുജിത്താണ് മരിച്ചത്. എലവഞ്ചേരിയിൽ നടന്ന ആഘോഷത്തിനിടെയാണ് സംഭവം. ഒലവങ്കോട് കോപ്പറേറ്റീവ് കോളേജ് 1ാം വർഷ വിദ്യാർത്ഥിയാണ് മരിച്ച സുജിത്ത്.
ലോകത്ത് പുതുവർഷം പിറന്നു. പസഫിക് സമുദ്രത്തിലെ സമോവ, ടോങ്ക, കിരിബതി ദ്വീപുകളിലാണ് 2017 ആദ്യമെത്തിയത്. വമ്പൻ ആഘോഷ പരിപാടികളോട് കൂടിയാണ് ലോകം പുതുവർഷത്തെ വരവേറ്റത്. ലോകമെങ്ങും പ്രതീക്ഷയോടെയും ആഹ്ലാദത്തോടെയുമാണ് പുതുവർഷത്തെ വരവേറ്റത്. പസഫിക് ദ്വീപ് സമൂഹത്തിലെ ടോങ്കോയിലാണ് ആദ്യം പുതുവർഷം പിറന്നത്. പിന്നീട് ന്യൂസിലൻഡിലെ ഓക്ലൻഡ് 2017 വരവേറ്റു. പുതുവർഷത്തെ ആരവത്തോടെ വരവേൽക്കാൻ ഓക്ലൻഡിലെ സ്കൈ ടവറിൽ 10,000ങ്ങളാണ് ഒഴുകിയെത്തിയത്. കരിമരുന്ന് പ്രയോഗങ്ങളും ആഘോഷങ്ങളും ന്യൂസിലൻഡിനെ ആഹ്ലാദത്തിലാക്കി. 500 കിലോയുടെ കരിമരുന്നാണ് ഓക്ലൻഡിൽ വർണ്ണക്കാഴ്ചയൊരുക്കിയത്. 2016 യാത്രയയക്കാൻ ആയിരക്കണക്കിന് പേരാണ് സിഡ്നിയിൽ ഒത്തുചേർന്നത്. 7 ടൺ കരിമരുന്നാണ് പുതുവർഷം ആഘോഷിക്കാൻ തയ്യാറാക്കിയിരുന്നത്. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30യോടെയായിരുന്നു ഓസ്ട്രേലിയയിൽ പുതുവർഷം എത്തിയത്. യുഎസിലെ ദ്വീപായ ബക്കർ ദ്വീപിലും ഹൈലാൻഡ് ദ്വീപിലുമാണ് അവസാനമായി പുതുവർഷം കടന്നുവന്നത്. ന്യൂസ് ഡെസ്ക്. പുതുവത്സരാഘോഷം മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ അത് പ്രധാനമായും ഫോർട്ട് കൊച്ചിയിലെ പാപ്പാഞ്ഞിയെ കത്തിക്കൽ ചടങ്ങ് തന്നെയാണ്. കൊച്ചിൻ കാർണിവലിന് സമാപനം കുറിച്ചുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ കൂറ്റൻ പാപ്പാഞ്ഞിയെ കത്തിച്ച് പുതുവത്സരത്തെ വരവേറ്റു. DJ പാർട്ടികളിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കനത്ത പോലീസ് വലയത്തിലാണ് കൊച്ചിയിലെ പുതുവത്സരാഘോഷം നടന്നത്. എങ്കിലും വർണ്ണാഭമായ ആഘോഷങ്ങളോട് തന്നെയാണ് 2017 കൊച്ചി വരവേറ്റത്. കൊച്ചിയിലെ പുതുവത്സരാഘോഷം അതൊന്നും ഫ്രീക്കാ മച്ചാനെ. ഇത്തവണയും കളറിനും പൊളിക്കും കുറവൊന്നും ഉണ്ടായില്ല. പ്രധാന ആഘോഷം നടക്കുന്ന ഫോർട്ട് കൊച്ചി ബീച്ച് പരിസരത്തേക്ക് ഉച്ചയോടെ തന്നെ ജനപ്രവാഹം ആരംഭിച്ചു. ഓരോ വർഷവും പുതിയ പുതിയ രൂപത്തിലെത്തുന്ന കൂറ്റൻ പപ്പാഞ്ഞിയാണ് 12 മണിവരെ താരം. ഇത്തവണ ബിനാലെ കലാകാരന്മാരുൾപ്പെടുന്ന 20 സംഘം 10 ദിവസത്തെ അധ്വാനത്തിനൊടുവിലൊരുക്കിയ 37 അടി നീളമുള്ള കൂറ്റൻ പപ്പാഞ്ഞി വൈകുന്നേരത്തോടെ ജനങ്ങൾക്ക് കാണാനായി. ആട്ടവും പാട്ടും കൂക്കുവിളികളും ആർപ്പുവിളികളും ഒക്കെയായി 2016 ദുഃഖങ്ങളെല്ലാം അവർ അറബിക്കടലിലേക്ക് ഒഴുക്കിക്കളഞ്ഞു. 12 മണിയോടെ കൂറ്റൻ പാപ്പാഞ്ഞിയെ കത്തിച്ച് 2017 കൊച്ചി വരവേറ്റു. കൊച്ചിക്കാരുടെ പരമ്പരാഗത പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമാകാൻ എത്തിയവരിൽ പല പ്രമുഖരും വിദേശികളും സ്വദേശികളും ഒക്കെ ഉൾപ്പെട്ടിരുന്നു. പോയ വർഷത്തെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വൻ സുരക്ഷാ മുന്നൊരുക്കമാണ് കൊച്ചി പോലീസ് ഒരുക്കിയിരുന്നത്. ഫോർട്ട് കൊച്ചിയിൽ പ്രത്യേക കൺട്രോൾ റൂം തുറന്ന പോലീസ് 2000-ഓളം പോലീസുകാരെ നിരത്തിലിറക്കി സുരക്ഷ ശക്തമാക്കി. DJ പാർട്ടികളുടെ നിയന്ത്രണത്തിനൊപ്പം ആഘോഷങ്ങൾ 12:30 മണിക്ക് അവസാനിപ്പിക്കണമെന്ന പോലീസ് നിർദ്ദേശവും പാലിക്കപ്പെട്ടു. വൻകിട ഹോട്ടലുകളിൽ നടന്ന പുതുവത്സരാഘോഷങ്ങൾ പോലീസ് നിർദ്ദേശിച്ചതുപോലെ മങ്ങിയ വെളിച്ചത്തിലല്ല നടന്നത്. ക്ലബ്ബുകൾ, വായനശാലകൾ, സന്നദ്ധ സംഘടനകൾ, യുവാക്കളുടെ കൂട്ടായ്മകൾ അങ്ങനെ തുടങ്ങി ആഘോഷവേദികളിൽ ആയിരങ്ങൾ പങ്കെടുത്ത വർണ്ണാഭമായ പരിപാടികളോടെ തന്നെയാണ് മധ്യകേരളവും പ്രത്യേകിച്ച് കൊച്ചിയും 2017 വരവേറ്റത്. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. പാട്ടും നൃത്തവും വെടിക്കെട്ടുമൊക്കെയായി ആഘോഷപൂർവ്വമാണ് തലസ്ഥാനവാസികൾ പുതുവത്സരത്തെ വരവേറ്റത്. കോവളത്തും ശംഖുമുഖത്തും വർക്കലയിലുമാണ് പ്രധാന പരിപാടികൾ നടന്നത്. പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയെങ്കിലും ആഘോഷരാവിന്റെ മാറ്റ് ഒട്ടും കുറഞ്ഞില്ല. ആരവങ്ങളുടെയും ആർപ്പുവിളികളുടെയും ഉന്മാദം പുരണ്ട രാവ്. പാട്ടും നൃത്തവുമായി അടിച്ചുപൊളിച്ച് യുവതി യുവാക്കൾ. ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ വെടിക്കെട്ടും കൂടിയായപ്പോൾ പുതുവത്സരം പൊടിപൊടിച്ചു. സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് കോവളം, ശംഖുമുഖം, തൈക്കാട് പോലീസ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പരിപാടികൾ അരങ്ങേറിയത്. തലസ്ഥാനത്തെ റിസോർട്ടുകളിലും സ്വകാര്യ ഹോട്ടലുകളിലും ഡിന്നർ പാർട്ടിയും ആഘോഷങ്ങളും ഉണ്ടായിരുന്നു. വിദേശികൾ ഏറെ എത്തുന്ന കോവളത്തും വർക്കലയിലും വെടിക്കെട്ടും ചെണ്ടമേളവും ഒരുക്കിയിരുന്നു. രാത്രിയിൽ കടലിലിറങ്ങുന്നതിന് ലൈഫ് ഗാർഡും പോലീസും വിലക്കേർപ്പെടുത്തി. 4 സ്റ്റാർ വരെയുള്ള ബാറുകൾ അടച്ചതിനു ശേഷമുള്ള ആദ്യ പുതുവത്സരാഘോഷത്തിനായി പലരും സ്വകാര്യ ഹോട്ടലുകളെയും ഭവനങ്ങളെയുമാണ് മുഖ്യമായും ആശ്രയിച്ചത്. ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ ബിയറും വീര്യം കൂടിയ മദ്യവും റെക്കോർഡ് വിൽപ്പനയാണ് നടത്തിയത്. അടുപ്പിച്ച് അവധി ദിനങ്ങൾ കൂടിയെത്തിയതോടെ പുതുവത്സരം ആഘോഷിക്കാൻ ആബാലവൃദ്ധം ജനങ്ങൾ ഒഴുകിയെത്തി. തിരുവനന്തപുരത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലും ആഘോഷങ്ങൾക്കൊട്ടും കുറവില്ലായിരുന്നു. റെസിഡൻസ് അസോസിയേഷനുകളും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിലാണ് ആഘോഷം നടന്നത്. ജില്ലയിലെമ്പാടുമായി 2000-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷ ഒരുക്കിയത്. ബിയർ പാർലറുകൾ സമയനിഷ്ഠ പാലിക്കുന്നുണ്ടോ എന്ന് പോലീസ് ഉറപ്പുവരുത്തി. ഉച്ചഭാഷിണികളുടെ പ്രവർത്തനം 10 മണിക്ക് അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും പലയിടത്തും പ്രാവർത്തികമായില്ല. പുതുവത്സരത്തെ വരവേൽക്കാനായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും ഒരുക്കി. ആഘോഷത്തോടെയും അതിലേറെ പ്രാർത്ഥനയോടെയുമാണ് ജനങ്ങൾ 2017 വരവേറ്റത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
പീപ്പിൾ ടിവിയും തൃശൂർ റീജൻസി ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച പുതുവത്സര പരിപാടി ശ്രദ്ധേയമായി. റിംഗിൻ 2017 എന്ന പേരിൽ തൃശൂരിൽ നടന്ന പരിപാടിയിൽ ഗായകൻ അഫ്സൽ, അഖില ആനന്ദ്, ഷംന കാസിം തുടങ്ങിയവർ മാറ്റുരച്ചു. തൃശൂർ റീജൻസി ക്ലബ്ബുമായി സഹകരിച്ചാണ് കൈരളി പീപ്പിളിന്റെ പുതുവത്സര പരിപാടികൾ നടന്നത്. അഫ്സലിന്റെ ഗാനത്തോടെയായിരുന്നു സംഗീത നൃത്തവിരുന്നിന് തുടക്കമായത്. പിന്നാലെ മെലഡി ഗാനങ്ങളുമായി അഖില ആനന്ദും എത്തി. തുടർന്ന് കേൾവിക്കാരെ ആവേശത്തിലാക്കി ഫാസ്റ്റ് സോങ്ങുകൾക്ക് വഴിമാറി. ചടുല താളത്തിനൊപ്പം പ്രൊഫഷണൽ ഡാൻസർമാരുടെ ചുവടുകളും എത്തിയത് ആഘോഷത്തിന് കൊഴുപ്പേകി. ചലച്ചിത്രതാരം ഷംന കാസിമിന്റെ നേതൃത്വത്തിലായിരുന്നു ഡാൻസ്. കൗണ്ട് ഡൌണിനൊടുവിൽ ഏവരും ഹർഷാരവത്തോടെ പുതുവർഷ പുലരിയെ വരവേറ്റു. കൈരളി ടിവി പ്രോഗ്രാം ഡയറക്ടർ സോമകുമാർ, ജനറൽ മാനേജർ പ്രതാപ് ചന്ദ്രൻ, DGM ജയശങ്കർ, റീജൻസി ക്ലബ്ബ് പ്രസിഡന്റ് CV മാത്യു, സെക്രട്ടറി ജോസ് തട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കഴിഞ്ഞ 16 വർഷമായി ശബരിമലയിൽ അനൗൺസ്മെന്റ് ജോലി ചെയ്യുകയാണ് ശ്രീനിവാസ് സ്വാമി. ബംഗളൂർ സ്വദേശിയായ ഇദ്ദേഹം മലയാളം ഉൾപ്പെടെ 5-ലധികം ഭാഷകളിലാണ് അനൗൺസ്മെന്റ് ചെയ്യുക. സൈനികനായിരുന്ന ഇദ്ദേഹം ഒരു ദൈവനിയോഗം പോലെയാണ് ശബരിമലയിലെത്തിയത്. കഴിഞ്ഞ 16 വർഷമായി ശ്രീനിവാസ് സ്വാമി ദേവസ്വം പബ്ലിക് റിലേഷൻ ഓഫീസിലെ അനൗൺസറാണ്. ശബരിമലയിലെത്തുന്ന കോടിക്കണക്കായ അയ്യപ്പ ഭക്തന്മാർക്ക് തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിൽ അറിയിപ്പുകൾ നൽകുകയാണ് പ്രധാന ജോലി. മാതൃഭാഷ കന്നഡയാണെങ്കിലും സന്നിധാനത്തെ പബ്ലിക് റിലേഷൻ ഓഫീസിൽ നിന്നും 6 ഭാഷകളിൽ വളരെ ഭംഗിയായാണ് ഇദ്ദേഹം അറിയിപ്പുകൾ നൽകുന്നത്. ഞാനിവിടെ 17 കൊല്ലമായി സർവീസ് ചെയ്യാൻ തുടങ്ങി. ഞാനിവിടെ ആദ്യം വരാന സമയത്തിൽ ഇവിടെ ഭാഷയുടെ വളരെ പ്രോബ്ലം വരുന്നത്. പിന്നെ ഞാൻ മിലിറ്ററിയിൽ ഒരു 5-6 കൊല്ലം സേവ ചെയ്തിരുന്ന ആളാണ്. ആ സമയത്തുള്ള എനിക്ക് കുറച്ച് എല്ലാ ഭാഷകളും പഠിക്കാൻ ഒരു ഇതായി. ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തന്മാരുടെ സംശയങ്ങൾക്ക് നേരിട്ടും ഫോണിലൂടെയും മറുപടി നൽകുക, ശബരിമലയിൽ അറിഞ്ഞിരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ ആചാരാനുഷ്ഠാനങ്ങൾ അനൗൺസ് ചെയ്യുക, ഇതിലെല്ലാം ഉപരി കൂട്ടുപിരിഞ്ഞെത്തുന്നവരെ മൈക്ക് അനൗൺസ്മെന്റിലൂടെ കൂട്ടിയോജിപ്പിക്കുക തുടങ്ങിയവയാണ് വിവിധ ഭാഷാ അനൗൺസറായ ശ്രീനിവാസ് സ്വാമിയുടെ പ്രധാന ജോലി. BSF ജവാനായിരുന്ന സ്വാമി ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തുകയായിരുന്നു. അതിനിടയിൽ എപ്പോഴോ ആണ് അയ്യപ്പനെ സേവിക്കാൻ ഇങ്ങനെയൊരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചതും. സന്നിധാനത്തെ വലിയ തിരക്കിനിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന അയ്യപ്പ ഭക്തന്മാരെ വീണ്ടും ഒരുമിപ്പിക്കുക എന്ന ദൗത്യം ഈ 17ാം വർഷത്തിലും തുടരുകയാണ് ശ്രീനിവാസ സ്വാമി. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ. ജീവകാരുണ്യ സേവന മികവിന് പാലക്കാട് കൂറ്റനാട് പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് തിരുവനന്തപുരം RCC കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആശ്രയ വോളണ്ടിയർ ഓർഗനൈസേഷൻ പ്രസിഡന്റും കോഓർഡിനേറ്ററുമായ ശാന്ത ജോസിനെ തെരഞ്ഞെടുത്തു. 10,111 രൂപയും പ്രശസ്തി പത്രവും ഫലകവും ചേർന്നതാണ് പുരസ്കാരം. ജനുവരി 15-ന് പാലിയേറ്റീവ് ദിനത്തിൽ പുരസ്കാരം വിതരണം ചെയ്യും.